ബ്രിട്ടീഷുകാരോട് നേരിട്ട് യുദ്ധം ചെയ്ത ഇന്ത്യൻ രാജാവ്, ധീരനായ സൈനിക നേതാവും ധർമ്മിഷ്ഠനായ ഭരണാധികാരിയും, സ്വന്തം നാടിനും പ്രജകൾക്കും വേണ്ടി വീരമൃത്യു വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഷഹീദ് ടിപ്പു സുൽത്താൻ. ടിപ്പുവിന്റെ സംഭവ ബഹുലമായ ജീവിതത്താളിലൂടെ നമുക്കൊന്നിച്ച് സഞ്ചരിക്കാം. SS വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിപ്പു സുൽത്താൻ വീരനായ ഇന്ത്യയിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. മൈസൂരിലെ കടുവ എന്നറിയപ്പെടുന്ന അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്ന ടിപ്പു മസ്താൻ ഔലിയയെ കാണുകയും അദ്ദേഹം നിങ്ങൾക്കൊരു മകൻ ജനിക്കുമെന്നും പിൽക്കാലത്ത് രാജാവായി മാറുകയും ചെയ്യുമെന്നും പ്രവചിച്ചു. അധികം താമസിക്കാതെ തന്നെ ഹൈദർ അലി ഫഖറുന്നിസ ദമ്പതികൾക്ക് 1750 ടിപ്പു സുൽത്താൻ എന്ന് വിളിക്കുകയും ചെയ്തു. ടിപ്പുവിന്റെ മുഴുവൻ പേര് ബാദുഷാ നസീബുദ്ദൗല സുൽത്താൻ ഫതഹ് അലി ബഹദൂർ സാഹബ് ടിപ്പു സുൽത്താൻ എന്നാണ്. ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി ഒരു സമര വിജയം നേടുകയും മൈസൂരിനെ മറാഠ മാതൃഭൂമി പിടിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്തു. തൽഫലമായി ഹൈദർ അലി മൈസൂർ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആവുകയും പിന്നീട് സുൽത്താനായി മാറുകയും ചെയ്തു. 1761 ആയപ്പോഴേക്കും അദ്ദേഹം രാജ്യത്തിന്റെ സമ്പൂർണ്ണ ഭരണാധികാരിയായി മാറി. പിതാവ് പ്രശസ്തി നേടിയപ്പോൾ യുവ ടിപ്പു സുൽത്താന് ലഭ്യമായ ഏറ്റവും മികച്ച അധ്യാപകരിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. ടിപ്പു സുൽത്താൻ ചെറുപ്പം മുതലേ ഫ്രഞ്ച് ഉദ്യോഗസ്ഥരുടെ കീഴിൽ സൈനിക തന്ത്രങ്ങൾ പഠിച്ചു. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ദക്ഷിണേന്ത്യയിലെ ഫ്രഞ്ചുകാരുമായി സഖ്യത്തിലായിരുന്നു. 1766 ടിപ്പു സുൽത്താന് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മലബാർ അധിനിവേശത്തിൽ പിതാവിനൊപ്പം വന്ന അദ്ദേഹത്തിന് ആദ്യമായി യുദ്ധത്തിൽ സൈനിക പരിശീലനം പ്രയോഗിക്കാൻ അവസരം ലഭിച്ചു. 2000 മുതൽ 3000 പേരടങ്ങുന്ന സൈന്യത്തിന്റെ ചുമതല ഏറ്റെടുത്ത അദ്ദേഹം കനത്ത കാവലിൽ ഒരു കോട്ടയിൽ അഭയം പ്രാപിച്ച മലബാർ മേധാവിയുടെ കുടുംബത്തെ സമർത്ഥമായി പിടികൂടി. പിന്നീട് കുടുംബത്തിന്റെ മോചനത്തിനായി മലബാർ തലവൻ ടിപ്പുവിന്റെ മുന്നിൽ കീഴടങ്ങുകയും ഇതേ തുടർന്ന് മറ്റു പ്രാദേശിക നേതാക്കളും ടിപ്പുവിന്റെ മുന്നിൽ സ്വമേധയാ കീഴടങ്ങി. ഹൈദർ അലി തന്റെ മകനെ കുറിച്ച് വളരെ അഭിമാനം കൊള്ളുകയും 500 കുതിരപ്പടയാളുകളുടെ കമാൻഡിംഗ് ചാർജ് നൽകുകയും മൈസൂരിലെ 5 ജില്ലകൾ ഭരിക്കാൻ അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ അതൊരു മികച്ച സൈനിക ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയുടെ നിയന്ത്രണം വിപുലീകരിക്കാൻ ശ്രമിച്ചു. 1767 ബ്രിട്ടീഷുകാർ ഹൈദരാബാദ് നിസാമും മറാത്തകളും ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കുകയും അവർ ഒരുമിച്ച് മൈസൂർ ആക്രമിക്കുകയും ചെയ്തു. ഹൈദർ അലിക്ക് മറാഠകളുമായി പ്രത്യേക സമാധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞു. തുടർന്ന് ജൂണിൽ അദ്ദേഹം തന്റെ 17 വയസ്സുള്ള മകൻ ടിപ്പു സുൽത്താനെ നിസാമുമായി ചർച്ചയ്ക്ക് അയക്കുകയും പണം, ആഭരണം, 10 കുതിരകൾ, പരിശീലനം ലഭിച്ച 5 ആനകൾ എന്നിവയുൾപ്പെടുന്ന സമ്മാനങ്ങളുമായി യുവ നയതന്ത്രജ്ഞൻ നിസാം ക്യാമ്പിലെത്തി. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ടിപ്പു നിസാമുമായുള്ള ചർച്ച വിജയകരമാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ മൈസൂർ പോരാട്ടത്തിൽ അവരെ ചേർക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ പിന്നീട് മദ്രാസിലൊരു കുതിരപ്പട ആക്രമണത്തിന് നേതൃത്വം നൽകിയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് തിരുവണ്ണാമലയിൽ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെടുകയും ഇതേ തുടർന്ന് തന്റെ മകനെ തിരികെ വിളിക്കുകയും ചെയ്തു. മൺസൂൺ മഴക്കാലത്ത് യുദ്ധം തുടരുക എന്ന അസാധാരണ നടപടി സ്വീകരിക്കാൻ ഹൈദർ അലി തീരുമാനിച്ചു. ടിപ്പുവിനൊപ്പം അദ്ദേഹം 2 ബ്രിട്ടീഷ് കോട്ടകൾ പിടിച്ചെടുക്കുകയും ബ്രിട്ടീഷ് സൈന്യം എത്തിയപ്പോൾ മൈസൂർ സൈന്യം 3ാമത്തെ കോട്ട ഉപരോധിക്കുകയുമായിരുന്നു. ടിപ്പുവും അദ്ദേഹത്തിന്റെ കുതിരപ്പടയും ബ്രിട്ടീഷുകാരെ തടഞ്ഞു നിർത്തിയപ്പോൾ ഹൈദർ അലിയുടെ മുന്നേറ്റം
ബ്രിട്ടീഷ് സൈന്യത്തെ ആക്രമണത്തിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതരാക്കി. ഹൈദരാലിയും ടിപ്പു സുൽത്താനും പിന്നീട് കോട്ടകളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള നഗരങ്ങളും പിടിച്ചെടുത്തു. 1769 മാർച്ചിൽ ബ്രിട്ടീഷുകാർ സമാധാനത്തിന് വേണ്ടി കേസ് കൊടുത്തപ്പോൾ മൈസൂരുകാർ ബ്രിട്ടീഷുകാരെ അവരുടെ പ്രധാന കിഴക്കൻ തീരത്തെ മദ്രാസിൽ നിന്നും പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ നാണംകെട്ട തോൽവിക്ക് ശേഷം ബ്രിട്ടീഷുകാർക്ക് 1769 ഹൈദരാലിയുമായി മദ്രാസ് ഉടമ്പടി എന്ന പേരിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെക്കേണ്ടി വന്നു. യുദ്ധത്തിന് മുമ്പുള്ള അതിർത്തികളിലേക്ക് മടങ്ങാനും മറ്റേതെങ്കിലും ശക്തിയുടെ ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചു. ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇത് സമ്മതിക്കേണ്ടി വന്നു. 1771 30,000 പേരോളം വരുന്ന സൈന്യവുമായി മറാത്തകൾ മൈസൂർ ആക്രമിച്ചു. മദ്രാസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാരോട് സഹായത്തിന്റെ കടമ മാനിക്കാൻ ഹൈദരാലി ആഹ്വാനം ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ സഹായിക്കാൻ സൈനികരെ അയക്കാൻ വിസമ്മതിച്ചു. ടിപ്പു സുൽത്താൻ മൈസൂർ മറാഠികളോട് യുദ്ധം ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. എന്നാൽ പിന്നീട് ഉടമ്പടി വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ ടിപ്പുവും പിതാവും ബ്രിട്ടീഷുകാരെ വിശ്വസിച്ചില്ല. ആ ദശകത്തിന് ശേഷം 1776 കലാപത്തിൽ ബ്രിട്ടന്റെ വടക്കേ അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടി. ഫ്രാൻസ് വിമതരെ പിന്തുണച്ചു. പ്രതികാരമായി അമേരിക്കയിൽ നിന്നുള്ള ഫ്രഞ്ച് പിന്തുണ പിൻവലിക്കാനും ബ്രിട്ടൻ ഫ്രഞ്ചുകാരെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്നും പുറത്താക്കാനും തീരുമാനിച്ചു. 1778 തെക്കുകിഴക്കൻ തീരത്തുള്ള പോണ്ടിച്ചേരി പോലുള്ള ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് കൈവശങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. അടുത്ത വർഷം ബ്രിട്ടീഷുകാർ മൈസൂർ തീരത്തെ ഫ്രഞ്ച് അധിനിവേശ തുറമുഖമായ മാഹി പിടിച്ചെടുക്കുകയും ഇത് യുദ്ധം പ്രഖ്യാപിക്കാൻ ഹൈദരാലിയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടനുമായി സഖ്യത്തിലായിരുന്ന കർണാടകയ്ക്കെതിരായ ആക്രമണത്തിൽ ഹൈദരാലി 90,000 സൈനികരെ നയിച്ചതോടെയാണ് രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിച്ചത്. മദ്രാസിലെ ബ്രിട്ടീഷ് ഗവർണർ തന്റെ സൈന്യത്തിന്റെ ഭൂരിഭാഗവും സർ ഹെക്ടർ മൺറോയുടെ കീഴിൽ മൈസൂർകാർക്കെതിരെ അയക്കാൻ തീരുമാനിക്കുകയും കൂടാതെ കേണൽ വില്യം ബെയ്ലിയുടെ കീഴിലുള്ള രണ്ടാമത്തെ ബ്രിട്ടീഷ് സേനയെ ഗുണ്ടൂർ വിട്ട് പ്രധാന സേനയുമായി കണ്ടുമുട്ടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഹൈദരാലി ഇത് മനസ്സിലാക്കുകയും ബെയ്ലിയെ തടയാൻ ടിപ്പു സുൽത്താനെയും 10,000 സൈനികരെയും അയച്ചു. 1780 സെപ്റ്റംബറിൽ ടിപ്പുവും അദ്ദേഹത്തിന്റെ 10,000 കുതിരപ്പടയും കാലാൾപ്പടയും ചേർന്ന് ബെയ്ലിയുടെ സംയുക്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും ഇന്ത്യൻ സേനയെയും വളയുകയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിട്ട ഏറ്റവും മോശമായ പരാജയം ഏൽപ്പിക്കുകയും ചെയ്തു. 4,000 ആംഗ്ലോ ഇന്ത്യൻ സൈനികരിൽ ഭൂരിഭാഗവും കീഴടങ്ങുകയും തടവുകാരായി പിടിക്കപ്പെടുകയും 336 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. സർ ഹെക്ടർ മാൻറോ കേണൽ വില്യം ബെയ്ലിയുടെ സഹായത്തിനായി യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുകയും അവർ സൂക്ഷിച്ചിരുന്ന കനത്ത തോക്കുകളും മറ്റു വസ്തുക്കളും നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഒടുവിലവർ പിൻവാങ്ങുകയും ചെയ്തു. ബ്രിട്ടീഷ് സൈന്യം എത്രമാത്രം അസംഘടിതമാണെന്ന് ഹൈദരാലി തിരിച്ചറിഞ്ഞില്ല. ആ സമയത്ത് അദ്ദേഹം മദ്രാസ് ആക്രമിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് താവളം പിടിച്ചെടുക്കാമായിരുന്നു. എന്നിരുന്നാലും മാൻറോയുടെ പിൻവാങ്ങൽ നിരകരെ ഉപദ്രവിക്കാൻ അദ്ദേഹം ടിപ്പു സുൽത്താനെയും കുറച്ച് കുതിരപ്പടയെയും അയക്കുകയും മൈസൂരുകാർ ബ്രിട്ടീഷ് സ്റ്റോറുകളും ബാഗേജുകളും പിടിച്ചെടുക്കുകയും 500ഓളം സൈനികരെ കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുകയും ചെയ്തു. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഉപരോധങ്ങളുടെ ഒരു പരമ്പരയായി പരിണമിച്ചു. 1782 ഫെബ്രുവരി 18 കേണൽ ബ്രൈറ്റ് വെയ്റ്റിന്റെ കീഴിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തെ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുത്തിയതാണ് അടുത്ത സുപ്രധാന സംഭവം. ടിപ്പുവും അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് സഖ്യകക്ഷിയായ ജനറൽ ലാലിയും ബ്രൈറ്റ് വെയ്റ്റിനെ അത്ഭുതപ്പെടുത്തി.
26 മണിക്കൂർ നീണ്ട പോരാട്ടത്തിന് ശേഷം ബ്രിട്ടീഷുകാരും അവരുടെ ഇന്ത്യൻ ശിപ്പായിമാരും കീഴടങ്ങി. പിന്നീട് ഫ്രഞ്ചുകാർ മധ്യസ്ഥത വഹിച്ചില്ലായിരുന്നെങ്കിൽ ടിപ്പു അവരെയെല്ലാം കൂട്ടക്കൊല ചെയ്യുമായിരുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രചരണം നടത്തി. എന്നാൽ അതൊരു കള്ളപ്രചരണമായിരുന്നു. കീഴടങ്ങിയതിനു ശേഷം കമ്പനി സൈനികർക്ക് ആർക്കും പരിക്കില്ലായിരുന്നു. 1782 ശൈത്യത്തിൽ ഹൈദരാലിയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയും ഡിസംബർ 7 അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇതേ തുടർന്ന് ടിപ്പു സുൽത്താൻ പദവി ഏറ്റെടുക്കുകയും 1782 ഡിസംബർ 29 പിതാവിന്റെ സിംഹാസനം ഏറ്റെടുക്കുകയും ചെയ്തു. ഈ അധികാര പരിവർത്തനം സമാധാനപരമായതിനേക്കാൾ കുറവായിരിക്കുമെന്ന് ബ്രിട്ടീഷുകാർ പ്രതീക്ഷിച്ചു. അതിനാൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അവർക്ക് നേട്ടമുണ്ടായേക്കാമെന്ന് കരുതി. എന്നിരുന്നാലും ടിപ്പുവിന്റെ സുഗമമായ പ്രവർത്തനവും സൈന്യത്തിന്റെ പെട്ടെന്നുള്ള സ്വീകാര്യതയും അവരെ പരാജയപ്പെടുത്തി. കൂടാതെ വിളവെടുപ്പ് സമയത്ത് ആവശ്യമായ അരി സുരക്ഷിതമാക്കുന്നതിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പരാജയപ്പെടുകയും അവരുടെ ചില ശിപ്പായിമാർ അക്ഷരാർത്ഥത്തിൽ പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്തു. മൺസൂൺ കാലത്തിന്റെ കൊടുമുടിയിൽ പുതിയ സുൽത്താനെതിരെ ആക്രമണം അഴിച്ചുവിടാൻ അവർക്കൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1784 ആരംഭം വരെ തുടർന്നു. എന്നാൽ ആ സമയത്തിലുടനീളം ടിപ്പു സുൽത്താൻ മേൽക്കൈ നിലനിർത്തി. ഒടുവിൽ 1784 മാർച്ച് 11 മംഗലാപുരം ഉടമ്പടി ഒപ്പുവെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔദ്യോഗികമായി കീഴടങ്ങി. ഉടമ്പടിയുടെ നിബന്ധനകൾ പ്രകാരം പ്രദേശത്തിന്റെ കാര്യത്തിൽ ഇരുപക്ഷവും വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി. താൻ പിടികൂടിയ ബ്രിട്ടീഷുകാരെയും ഇന്ത്യൻ യുദ്ധ തടവുകാരെയും വിട്ടയക്കാൻ ടിപ്പു സുൽത്താൻ സമ്മതിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായ 2 വിജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്റെ സ്വതന്ത്ര രാജ്യത്തിന് ഗുരുതരമായ ഭീഷണിയായി തുടരുന്നുവെന്ന് ടിപ്പു സുൽത്താൻ മനസ്സിലാക്കുകയും പ്രസിദ്ധമായ മൈസൂർ റോക്കറ്റുകളുടെ കൂടുതൽ വികസനം ഉൾപ്പെടെയുള്ള തുടർച്ചയായ സൈനിക മുന്നേറ്റങ്ങൾക്ക് അദ്ദേഹം ധനസഹായം നൽകുകയും ചെയ്തു. 2 കിലോമീറ്റർ വരെ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഇരുമ്പ് ട്യൂബുകൾ ബ്രിട്ടീഷ് സൈനികരെയും അവരുടെ സഖ്യകക്ഷികളെയും ഭയപ്പെടുത്തി. ടിപ്പു റോഡുകൾ നിർമ്മിക്കുകയും നാണയത്തിന്റെ ഒരു പുതിയ രൂപം സൃഷ്ടിക്കുകയും അന്താരാഷ്ട്ര വ്യാപാരത്തിനായി പട്ടുനൂൽ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പുതിയ സാങ്കേതിക വിദ്യകളിൽ അദ്ദേഹം പ്രത്യേകമായി ആകൃഷ്ടനും സന്തുഷ്ടനുമായിരുന്നു. സയൻസ്, ഗണിതശാസ്ത്രം എന്നിവയിൽ അദ്ദേഹം എപ്പോഴും ഉത്സാഹിയായ വിദ്യാർത്ഥിയായിരുന്നു. ഒരു മുസ്ലിം രാജാവായിരുന്നിട്ട് കൂടി ടിപ്പു തന്റെ ഭൂരിപക്ഷ ഹിന്ദു പ്രജകളുടെ വിശ്വാസത്തോട് സഹിഷ്ണുത പുലർത്തുകയും ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും പുതുതായി പണി കഴിപ്പിക്കുകയും ചെയ്തു. ഒരു യോദ്ധാവ് രാജാവായി രൂപപ്പെടുകയും മൈസൂരിലെ കടുവ എന്ന് വിളിക്കപ്പെടുകയും ചെയ്ത ടിപ്പു സുൽത്താൻ ആപേക്ഷിക സമാധാനത്തിന്റെ സമയത്തും കഴിവുള്ള ഭരണാധികാരിയാണെന്ന് തെളിയിച്ചു. 1789 1792 ഇടയിൽ ടിപ്പു സുൽത്താന് 3ാമതും ബ്രിട്ടീഷുകാരെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇത്തവണ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആവേശത്തിലായിരുന്ന അവരുടെ സാധാരണ സഖ്യകക്ഷിയായ ഫ്രാൻസിൽ നിന്ന് മൈസൂരിന് ഒരു സഹായവും ലഭിച്ചില്ല. അമേരിക്കൻ വിപ്ലവകാലത്തെ പ്രധാന ബ്രിട്ടീഷ് കമാൻഡർമാരിൽ ഒരാളായ ലോർഡ് കോൺവാലിസ് ആണ് ഈ അവസരത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ചത്. യുദ്ധം വർഷങ്ങളോളം നീണ്ടുനിന്നെങ്കിലും മുൻകാല ഇടപെടലുകളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടീഷുകാർ നൽകിയതിലും കൂടുതൽ സ്ഥാനം നേടി. യുദ്ധത്തിനൊടുവിൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിന്റെ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണം ഉപരോധിച്ചതിനെ തുടർന്ന് മൈസൂർ നേതാവിനെ കീഴടങ്ങേണ്ടി വന്നു. 1793 ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ബ്രിട്ടീഷുകാരും അവരുടെ സഖ്യകക്ഷികളായ മറാഠ സാമ്രാജ്യവും മൈസൂരിന്റെ പകുതി പ്രദേശം പിടിച്ചെടുത്തു. മൈസൂർ ഭരണാധികാരി യുദ്ധനഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പാക്കാൻ
ടിപ്പു തന്റെ 7ഉം 9ഉം വയസ്സുള്ള 2 മക്കളെ ബന്ദികളാക്കി മാറ്റണമെന്നും ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. കരാർ വ്യവസ്ഥകൾ അവരുടെ പിതാവ് പാലിക്കുമെന്ന് ഉറപ്പാക്കാൻ കോൺവാലിസ് ആൺകുട്ടികളെ ബന്ദികളാക്കി. ടിപ്പു പെട്ടെന്ന് മോചനദ്രവ്യം നൽകുകയും മക്കളെ വീണ്ടെടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും മൈസൂർ കടുവയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞെട്ടിക്കുന്ന ഒരു തിരിച്ചടിയായിരുന്നു. 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ഫ്രഞ്ച് ജനറൽ ഈജിപ്റ്റ് ആക്രമിച്ചു. പാരീസിലെ വിപ്ലവ ഗവൺമെന്റിലെ തന്റെ മേലുദ്യോഗസ്ഥൻ അറിയാതെ കരമാർഗം ഇന്ത്യയെ ആക്രമിക്കാനും ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുക്കുവാനുമുള്ള ഒരു ചവിട്ടുപടിയായി ഈജിപ്തിനെ ഉപയോഗിക്കാൻ ബോണപ്പാർട്ട് പദ്ധതിയിട്ടു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ചക്രവർത്തിയാകാൻ പോകുന്ന മനുഷ്യൻ ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടന്റെ ഏറ്റവും കടുത്ത ശത്രുവായ ടിപ്പു സുൽത്താനുമായി സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും പല കാരണങ്ങളാൽ ഈ സഖ്യം പാടില്ലായിരുന്നു. നെപ്പോളിയന്റെ ഈജിപ്തിലെ ആക്രമണം ഒരു സൈനിക ദുരന്തമായിരുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ സഖ്യകക്ഷിയായിരുന്ന ടിപ്പു സുൽത്താനും ദയനീയമായി പരാജയം ഏറ്റുവാങ്ങി. 1798 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർക്ക് 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ നിന്ന് കരകയറാൻ മതിയായ സമയം ലഭിച്ചു. അവർക്ക് മദ്രാസിലെ ബ്രിട്ടീഷ് സേനയുടെ ഒരു പുതിയ കമാൻഡറും ഉണ്ടായിരുന്നു, റിച്ചാർഡ് വെല്ലസ്ലി. ആക്രമണത്തിന്റെയും ആക്രോശത്തിന്റെയും നയത്തിൽ പ്രതിജ്ഞാബദ്ധനായിരുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പകുതിയും വലിയ തുകയും കൈക്കലാക്കിയെങ്കിലും ടിപ്പു സുൽത്താൻ അതിനിടയിൽ ഗണ്യമായി പുനർനിർമ്മിക്കുകയും മൈസൂർ ഒരിക്കൽ കൂടി സമ്പന്ന രാജ്യമായി മാറുകയും ചെയ്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യത്തിനും ഇടയിൽ നിൽക്കുന്നത് മൈസൂർ മാത്രമാണെന്ന് അറിയാമായിരുന്നു. 1799 ഫെബ്രുവരിയിൽ ടിപ്പു സുൽത്താന്റെ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണം ലക്ഷ്യമാക്കി ഏകദേശം 50,000 സൈന്യക്കാരുടെ ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ള സഖ്യം യുദ്ധം നടത്തി. ഇത് ഒരു പിടി യൂറോപ്യൻ ഓഫീസർമാരുടെയും മോശം പരിശീലനം ലഭിച്ച പ്രാദേശിക റിക്രൂട്ടുകളുടെയും ഒരു സാധാരണ കൊളോണിയൽ സൈന്യമായിരുന്നില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ ക്ലയന്റ് സ്റ്റേറ്റുകളിൽ നിന്നും ഏറ്റവും മികച്ച തിളക്കമാർന്നതുമായ സൈന്യമാണ് ഈ സൈന്യം നിർമ്മിച്ചത്. മൈസൂരിന്റെ നാശം മാത്രമായിരുന്നു അതിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷുകാർ മൈസൂർ സംസ്ഥാനത്തെ ഒരു ഭീകരമായ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ടിപ്പു സുൽത്താന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്താൻ കഴിഞ്ഞു. അത് ബലപ്പെടുത്തലുകൾ കാണിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് സംഘങ്ങളിലൊന്നിനെ ഏതാണ്ട് നശിപ്പിച്ചിരുന്നു. വസന്തകാലത്ത് ഉടനീളം ബ്രിട്ടീഷുകാർ മൈസൂർ തലസ്ഥാനത്തോട് കൂടുതൽ അടുത്തു. ടിപ്പു ബ്രിട്ടീഷ് കമാൻഡർ വെല്ലസ്ലിക്ക് കത്തെഴുതി ഒരു സമാധാന ഉടമ്പടി ക്രമീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും വെല്ലസ്ലി മനഃപൂർവ്വം പൂർണ്ണമായും അസ്വീകാര്യമായ വ്യവസ്ഥകൾ വാഗ്ദാനം ചെയ്തു. ടിപ്പു സുൽത്താനെ നശിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം, അല്ലാതെ അദ്ദേഹവുമായി ചർച്ച നടത്തുകയായിരുന്നില്ല. 1799 മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാരും സഖ്യകക്ഷികളും മൈസൂരിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണം വളഞ്ഞു. 50,000 ആക്രമണകാരികൾക്കെതിരെ ടിപ്പു സുൽത്താന് 30,000 പ്രതിരോധക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടിപ്പുവിന്റെ ഭാര്യ സഹോദരനെ ബ്രിട്ടീഷുകാർ കൂടെ കൂട്ടുകയും ചതിയിലൂടെ മെയ് 4 ബ്രിട്ടീഷുകാർ നഗരമതിലുകൾ തകർക്കുകയും ടിപ്പുവിന്റെ കൊട്ടാരത്തിൽ ഇരച്ചു കയറി കൊട്ടാരം തകർക്കുകയും തുടർന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നീതിമാനും ധീരനുമായ ഭരണാധികാരിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. തന്റെ പ്രജകൾക്കും നാടിനും വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഖ്യ ശത്രുവായിരുന്ന ആ ധീരയോദ്ധാവ് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു. ടിപ്പു സുൽത്താന്റെ മരണത്തോടെ മൈസൂർ ബ്രിട്ടീഷ് അധികാര പരിധിയിലുള്ള മറ്റൊരു നാട്ടുരാജ്യമായി മാറി. അദ്ദേഹത്തിന്റെ മക്കളെ നാടുകടത്തുകയും മറ്റൊരു കുടുംബം ബ്രിട്ടീഷുകാരുടെ കീഴിൽ മൈസൂരിലെ പാവ ഭരണാധികാരികളായി മാറുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിനായി ദീർഘകാലം കഠിനമായി പോരാടുകയും
ആത്യന്തികമായി പരാജയപ്പെടുകയും ചെയ്തു. ഇന്ന് ടിപ്പുവിനെ ഇന്ത്യയിലും മറ്റു പല വിദേശ രാജ്യങ്ങളിലും പലരും ഓർമ്മിക്കുന്നത് ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലും സമാധാന കാലത്തെ ഭരണാധികാരി എന്ന നിലയിലുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.